എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യം, പെട്ടെന്ന് ജോലി കിട്ടാൻ വേണ്ടിയിട്ട് ഏത് കോഴ്സ് പഠിക്കാം എന്നുള്ളതാണ്. അപ്പോൾ പെട്ടെന്ന് ജോലി കിട്ടാൻ വേണ്ടിയിട്ട് ഏത് കോഴ്സ് പഠിക്കാം എന്നത് കണ്ടുപിടിക്കേണ്ട ഒരു ആവശ്യം കൂടിയുണ്ട്. അപ്പോൾ പലവരും കോഴ്സുകൾക്ക് ജോയിൻ ചെയ്യുന്നത് അവർക്ക് ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടിയ ടോപ്പിക്ക്, അല്ലെങ്കിൽ അവർക്ക് ഏറ്റവും ഇഷ്ടം കൂടിയ ടോപ്പിക്ക്, അതൊക്കെ ഒരു കൺവെൻഷണൽ മെത്തേഡാണ്. അത് ഫോളോ ചെയ്യുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല, നല്ലൊരു മെത്തേഡ് തന്നെയാണ്. പക്ഷേ കുറച്ചുകൂടി സയൻറ്റിഫിക് ആയിട്ടുള്ള ഒരു മോഡേൺ മെത്തേഡ്സ് ഇതിന് അവൈലബിൾ ആണ് എന്നുള്ളതാണ്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ജോബ് മാർക്കറ്റ് വാല്യൂ, JMV കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ എന്താണ് ജോബ് മാർക്കറ്റ് വാല്യൂ എന്ന് പറഞ്ഞാൽ, അതായത് ഇപ്പോൾ ഒരു കുട്ടി ഒരു കോഴ്സ് ജോയിൻ ചെയ്യുന്നതിന് മുമ്പ് തന്നെ ആ കുട്ടി ആ കോഴ്സ് പഠിച്ച് ഇറങ്ങുന്ന കാലത്ത്, ചിലപ്പോൾ ഒരു 3 വർഷത്തെയോ 4 വർഷത്തെയോ 5 വർഷത്തെയോ കോഴ്സ് ആയിരിക്കാം, ആ ഒരു കോഴ്സ് പഠിച്ച് ഇറങ്ങുന്ന കാലത്ത് ആ കോഴ്സിന് എത്രത്തോളം മാർക്കറ്റിൽ വാല്യൂ ഉണ്ടാവും, അതേപോലെ തന്നെ ആ കോഴ്സ് പഠിച്ചിറങ്ങുന്ന കുട്ടികൾക്ക് 5 വർഷങ്ങൾക്ക് ശേഷമോ അല്ലെങ്കിൽ 3 വർഷങ്ങൾക്ക് ശേഷമോ ജോലി കിട്ടാനുള്ള സാധ്യത എത്രയായിരിക്കും എന്ന് സയൻറ്റിഫിക്കലി കണ്ടുപിടിക്കുന്നതിനെയാണ് ജോബ് മാർക്കറ്റ് വാല്യൂ, ആ ഒരു റേഷ്യോ കണ്ടുപിടിക്കുന്നതിനെയാണ് ജോബ് മാർക്കറ്റ് വാല്യൂ എന്ന് പറയുന്നത്. ജോബ് മാർക്കറ്റ് വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് പല ടെക്നിക്സ് ഉണ്ട്. അതായത് ഒന്ന്, നമ്മളുടെ സെൽഫ് അസസ്മെൻറ്റ് ചെയ്യുക, അതായത് ആ സ്റ്റുഡൻറ്റ് സെൽഫ് അസസ്മെൻറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ആ കുട്ടിക്ക് എന്തൊക്കെ സ്കിൽസ് ഉണ്ടെന്ന് കണ്ടുപിടിക്കുക, മാർക്കറ്റ് കണ്ടീഷൻസ് ഒന്ന് അനലൈസ് ചെയ്യുക, ഏതൊക്കെ മാർക്കറ്റിൽ ഏതൊക്കെ ജോലികൾക്കാണ് സാധ്യത ഇപ്പോൾ ഉള്ളത്, ഇനി വരുന്ന ടെക്നോളജി ചേഞ്ചസ് ഏതാണെന്നുള്ളത് കണ്ടുപിടിക്കുക. അതേപോലെ തന്നെ സ്കിൽ എൻഹാൻസ്മെൻറ്റ് ചെയ്യുക, ഏതൊക്കെ തരത്തിലുള്ള സ്കിൽസാണ് ആ കുട്ടിക്കുള്ളത് എന്ന് കണ്ടുപിടിച്ച് അതിനെ എത്രത്തോളം എൻഹാൻസ് ചെയ്യാൻ പറ്റുമെന്ന് ശ്രമിക്കുക. ഇത്രയും കാര്യങ്ങൾ ആണ് നമ്മൾ നോക്കേണ്ടത്. പക്ഷേ ഇത്രയും കാര്യങ്ങൾ ഒരു കുട്ടിക്ക് ചെയ്യുക, അല്ലെങ്കിൽ ആ കുട്ടിയുടെ പാരൻസിന് ചെയ്യുക എന്ന് പറയുന്നത് ചിലപ്പോൾ അവർക്ക് അത് ചെയ്യാനുള്ള ഒരു ടെക്നിക്കൽ നോളജ് ഉണ്ടായിരിക്കണം എന്നില്ല. അങ്ങനെയുള്ള സ്ഥലങ്ങളിലാണ് ഒരു കരിയർ കൗൺസിലറിൻ്റെ ആവശ്യകത വരുന്നത്. അപ്പോൾ ഒരു കരിയർ കൗൺസിലറിന് ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഒക്കെ വെച്ചിട്ടുള്ള ടൂൾസ് യൂസ് ചെയ്തുകൊണ്ട് തന്നെ അറ്റ് പ്രസൻറ്റ് എന്താണ് ഒരു കോഴ്സിൻ്റെ ജോബ് മാർക്കറ്റ് വാല്യൂ എന്നുള്ളതും, ഇനി വരുന്ന വർഷങ്ങളിൽ 2 വർഷമോ 5 വർഷമോ കഴിഞ്ഞാൽ ഇതേ പർട്ടിക്കുലർ കോഴ്സിന് എത്രത്തോളം ജോബ് മാർക്കറ്റ് വാല്യൂ ഉണ്ടെന്ന് കണ്ടുപിടിക്കാനും കഴിയും. ഇങ്ങനെ കണ്ടുപിടിച്ചിട്ട് നമുക്കൊരു കോഴ്സിന് ജോയിൻ ചെയ്യാൻ പറ്റുമെങ്കിൽ അവിടെ നമ്മൾ പഠിച്ചിറങ്ങുന്ന സമയങ്ങളിൽ നമുക്കൊരു ജോലി ഉറപ്പിക്കാൻ പറ്റും എന്നുള്ളതാണ്. അല്ലെങ്കിൽ നമ്മൾ പഠിച്ചിറങ്ങുമ്പോഴാണ് തിരിച്ചറിയുക ഈ കോഴ്സിന് അത്ര വലിയ മാർക്കറ്റ് വാല്യൂ ഇല്ല എന്നുള്ളതും, അതേപോലെ തന്നെ പഠിച്ചിറങ്ങുന്ന കുട്ടികളെ മുഴുവൻ അക്കോമഡേറ്റ് ചെയ്യാനുള്ള വലിപ്പം ആ ഇൻഡസ്ട്രിക്ക് ഇല്ല എന്ന് മനസ്സിലാവുന്ന ഒരു സിറ്റുവേഷൻ പല കുട്ടികളും ഫേസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് കുട്ടികളും പാരൻസും പഠിക്കുന്ന കോഴ്സ് പഠിച്ചു കഴിയുന്ന സമയത്ത് ഇവർക്ക് ജോലി കിട്ടാൻ അത്രയും ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു കോഴ്സാണോ എന്നുള്ളത് ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ പുതിയ കോഴ്സ് ജോയിൻ ചെയ്യാൻ വരുന്ന അല്ലെങ്കിൽ ജോയിൻ ചെയ്യാൻ തീരുമാനിക്കുന്ന എല്ലാവരോടും, സ്റ്റുഡൻസിനോടും അവരുടെ പാരൻസിനോടുമുള്ള ഒരു സജഷൻ എന്ന് പറയുന്നത്, ഒരു ജോബ് മാർക്കറ്റ് വാല്യൂ, ആ കോഴ്സിൻ്റെ ജോബ് മാർക്കറ്റ് വാല്യൂ എത്രയാണെന്ന് കണ്ടുപിടിച്ചതിന് ശേഷം, അത് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ആ കോഴ്സിൽ ജോയിൻ ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങൾക്കത് ഒറ്റയ്ക്ക് കണ്ടുപിടിക്കാൻ പറ്റുമില്ലെങ്കിൽ ഗൂഗിളിൽ സെർച്ച് ചെയ്യുക. ആ ജോബ് മാർക്കറ്റ് വാല്യൂ നിങ്ങൾക്കോ അല്ലെങ്കിൽ സ്റ്റുഡൻസിനോ പാരൻസിനോ കണ്ടുപിടിക്കാൻ കഴിയുന്നില്ലെങ്കിൽ നിങ്ങൾക്കൊരു കരിയർ കൗൺസിലറുടെ സഹായം തേടാം. ആ കരിയർ കൗൺസിലർ സയൻറ്റിഫിക്കലി അത് കണ്ടുപിടിച്ചിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരും എന്താണ് ജോബ് മാർക്കറ്റ് വാല്യൂ എന്നുള്ളത്. അതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് ആ കോഴ്സ് ചേരുകയും അതേപോലെ തന്നെ ഭാവിയിൽ നിങ്ങളുടെ ജോലി ഉറപ്പിക്കാനും പറ്റുമെന്നുള്ളതാണ്. ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് കാണുന്നതിന് വേണ്ടിയിട്ട് ഞങ്ങളുടെ പേജ് ഫോളോ ചെയ്യുക. താങ്ക് യു വെരി മച്ച്.